വെറ്റിലപ്പാറ 14-ൽ വനംവകുപ്പ് അന്വേഷിച്ച് നടക്കുന്ന കാട്ടാന നമ്മുടെ ക്യാമറയിലേക്ക് കയറി വന്നിരിക്കുകയാണ്. നമുക്കൊപ്പം സൂരജ് സജി തത്സമയം ചേരുകയാണ് ഈ ദൃശ്യങ്ങളുമായി. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ക്യാമറയ്ക്ക് എന്തോ ആനയെ ആകർഷിക്കാനുള്ള അപൂർവ സംഭവം ഉണ്ടോയെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസവും നമ്മുടെ ക്യാമറയിലായിരുന്നു ഈ ആന കയറി വന്നത്. അപ്പോൾ വീണ്ടും ഈ ദൗത്യ സംഘം മുഴുവൻ ഈ ആനയെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് വെറ്റിലപ്പാറ ഫോർട്ടിൽ നിങ്ങളുടെ സംഘം വീണ്ടും ആനയെ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? ഇതുണ്ടോ, പറഞ്ഞോളൂ. ദൗത്യ സംഘം ഈ ആനയെ തിരഞ്ഞു നടക്കുന്ന സമയത്തും 24-ന്റെ ക്യാമറ കണ്ണിലായിരുന്നു അന്നും ആന പതിഞ്ഞത്. ഇപ്പോൾ 2 ദിവസമായി ആനയെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം, അതായത് ബുധനാഴ്ച, ഈ ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനായി മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങൾക്കിടെയായിരുന്നു ആന കാട്ടിലേക്ക് ഉൾവലിഞ്ഞത്. അതിനുശേഷം 2 ദിവസമായി ഈ അതിരപ്പള്ളിയുടെ വിവിധ മേഖലകളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തി വരികയായിരുന്നു. പക്ഷേ ആനയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും ദൗത്യം പുനരാരംഭിക്കുന്നു. പുലർച്ചെ മുതൽ തന്നെ വനംവകുപ്പിന്റെ വിവിധ സംഘങ്ങൾ വിവിധ ഇടങ്ങളിൽ ഈ തെരച്ചിൽ നടത്തുന്നുണ്ട്. അതിനിടയിൽ തന്നെ സമാന്തരമായി 24-ഉം ഇത്തരത്തിൽ ഈ ആന ഈ പരിസരത്തുണ്ടോ എന്ന് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ക്യാമറ കണ്ണിൽ വീണ്ടും ഈ ആന പതിഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ വെറ്റിലപ്പാറ 14-ലാണ് ഈ ആനയുള്ളത്. ആന വെറ്റിലപ്പാറ 14-ൽ നിലയുറപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടും ദൗത്യത്തിന് ഒരു അനുകൂലമായ മേഖലയിൽ തന്നെയാണ് ഈ കാട്ടാന ഉള്ളത്. ഒരുപക്ഷെ ഇത് വനംവകുപ്പിന്റെ ശ്രദ്ധയിൽ പെടാതെ പോയതിന്റെ കാരണം ഈ ആന ഇപ്പോൾ ഈ ആനക്കൂട്ടത്തിനൊപ്പമാണ് സഞ്ചരിക്കുന്നത്. ഈ ആനക്കൊപ്പം, മുറിവേറ്റ ആനക്കൊപ്പം 3 ആനകൾ കൂടിയുണ്ട്. അത് ആ ദൃശ്യത്തിൽ വ്യക്തമാണ്. 3 ആനകൾ ഇതിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഇതിന്റെ ഒപ്പമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ ആനയ്ക്കടുത്ത് പടക്കം പൊട്ടിച്ച് ഈ ആനയെ ഒരു തുരുത്തിൽ നിന്ന് ഈ പ്ലാന്റേഷൻ മേഖലയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഈ ആന പരിഭ്രാന്തിപ്പെട്ട് അവിടെ നിന്ന് ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞത്. പിന്നീട് ഈ ആനയെക്കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തിയതിനു ശേഷം നമ്മളോട് വ്യക്തമാക്കിയിരുന്നത് ഈ ആന ഒഴികെ ബാക്കി കുറെ കൊമ്പന്മാരെ കണ്ടു, അതായത് ഒറ്റയ്ക്ക് നടക്കുന്ന കുറെ ആനകളെ കണ്ടു. പക്ഷേ ശരിയാണോന്നറിയില്ല, ഒഴിഞ്ഞൊക്കെ നിന്നോളൂ. അപ്പോൾ ഇന്ന് അഭിലാഷ് ചോദിക്കുന്നത് മൊത്തം 24 ആനയുടെ പിറകെയാണോ എന്ന് ചോദിക്കുന്നത്. ഒരിക്കലുമല്ല. കാരണം നിങ്ങൾക്കറിയുന്ന പോലെ ഇന്നലെ മുഴുവൻ ഈ ദൗത്യ സംഘം അന്വേഷിച്ച് നടന്ന ഒരു ആനയാണ് വളരെ പെട്ടെന്ന് നമ്മുടെ ക്യാമറ കണ്ണുകളിലേക്ക് കയറി വന്നത്. അതുകൊണ്ടാണ് ദൗത്യ സംഘത്തെ നമ്മൾ അറിയിക്കുകയും ചെയ്തു. കാട്ടാനയെ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല മസ്തകത്തിന് മുറിവേറ്റ ആന വളരെ അവശ നിലയിലാണ്. എന്നാൽ ഈ ആനയെ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് പിടിച്ച് അതിനെ ചികിത്സിച്ച് കാട്ടിലേക്ക് അയക്കുക. വെറ്റിലപ്പാറ ഫോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നാണ് നമ്മുടെ ക്യാമറമാൻ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സൂരജ് സജി വീണ്ടും തത്സമയം ചേരുകയാണ്. സൂരജ്, യഥാർത്ഥ ദൗത്യ സംഘത്തെ യഥാവിധം നമ്മൾ ഈ കാര്യം അറിയിച്ചിട്ടുണ്ടോ? ഈ ആനയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ ഒരു അരമണിക്കൂറിലധികം സമയമെടുത്തു. ഈ ആന പുറകോട്ട് തിരിഞ്ഞായിരുന്നു നിന്നിരുന്നത്. നമ്മൾ ഏറെ നേരം കാത്തു നിന്നതിന് ശേഷമാണ് ആനയുടെ മുൻവശത്തു നിന്നുള്ള ഒരു ഫ്രെയിം നമുക്ക് കിട്ടുന്നത്. ആദ്യ ഫ്രെയിം കിട്ടിയ വേളയിൽ തന്നെ ഈ ആനയാണെന്ന് നമ്മൾ സ്ഥിരീകരിച്ച ഉടനെ തന്നെ നമ്മൾ വനംവകുപ്പ് വാഴച്ചാൽ DFO ലക്ഷ്മിക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറുകയാണ് ചെയ്തത്. നമ്മുടെ ഡെസ്കിലേക്ക് ഈ വിവരം കൈമാറുന്നതിന് മുൻപ് തന്നെ ആദ്യം നമ്മൾ അറിയിച്ചത് വിവരം വനംവകുപ്പിനെയാണ്. കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഇത്തരത്തിലൊരു ദൗത്യം നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ വിവരമാണെങ്കിൽ പോലും അത് കൈമാറേണ്ടത് വനംവകുപ്പിനാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിവരം കൈമാറുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഡെസ്കിൽ പോലും ഈ വിവരം നമ്മൾ കൈമാറിയത്. എന്തായാലും ചാലക്കുടി പുഴ മുറിച്ചു കടക്കുകയാണ്. നിലവിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടുകൊമ്പൻ. കഴിഞ്ഞ ദിവസവും കാട്ടാന ഇവിടെ നിന്ന് ഈ ചാലക്കുടി പുഴ മുറിച്ചു കടക്കുന്ന സമയത്തായിരുന്നു നമുക്ക് ദൃശ്യങ്ങൾ കിട്ടിയത്. പക്ഷേ അന്ന് ആന പ്ലാന്റേഷന്റെ വെറ്റിലപ്പാറ 14-ന്റെ ഇടത്തുവശത്തായിരുന്നു ഇറങ്ങിയതെങ്കിൽ ഇന്ന് പ്ലാന്റേഷന്റെ 14-ന്റെ തന്നെ പ്ലാന്റേഷന്റെ വലത്തുവശത്ത് കുറച്ച് മാറി, അതായത് ഒരു 500 മീറ്റർ മാറിയായിരുന്നു ഇന്ന് ആന ഉണ്ടായിരുന്നത്. സാധാരണ ഒറ്റയ്ക്ക് ഇറങ്ങുന്ന ആന ഇന്ന് 3 ആനകൾക്കൊപ്പമാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. മുറിവിൽ നിന്ന് എത്തിയാൽ അതോടൊപ്പം തന്നെ ആനയുടെ ആരോഗ്യസ്ഥിതിയിലും ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നത്. അതിന്റെ മസ്തകത്തിൽ നിന്ന് പഴുപ്പ് ഒലിച്ചിറങ്ങുന്നുണ്ട്. നമ്മൾ ആ ദൃശ്യം ക്ലോസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ പഴുപ്പ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന, മസ്തകത്തിൽ നിന്ന് പഴുപ്പ് ഒലിച്ചിറങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ ആനയുടെ ആരോഗ്യസ്ഥിതി ആശങ്കയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതും ഇത് തന്നെയായിരുന്നു. ആനയുടെ മസ്തകത്തിൽ നിന്ന് ഈ പഴുപ്പ് ഒലിച്ചിറങ്ങുന്നത്. അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ആന പലപ്പോഴും
കൊമ്പ് നിലത്ത് കുത്തുന്നു, അതിനുശേഷം മണ്ണ് വാരി ഈ മുറിവിലേക്ക് എറിയുന്നു. സ്വയം പ്രതിരോധം, അതായത് ആനകളെ സംബന്ധിച്ച് അവയ്ക്ക് മുറിവേൽക്കുകയോ മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്വയം ചികിത്സ എന്ന നിലയിൽ പലപ്പോഴും ഈ മണ്ണ് വാരി എറിയാറുണ്ട്. അത് ഈ മുറിവിൽ ഈച്ച അരിക്കാതിരിക്കുന്നതിനും മറ്റുമൊക്കെയാണ്. അതിനുശേഷം ഈ തുമ്പിക്കൈ കൊണ്ട് ഈ പഴുപ്പ് ഇങ്ങനെ വകഞ്ഞു മാറ്റുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇപ്പോൾ ഈ ചാലക്കുടി പുഴ ആന മുറിച്ചു കടക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. ആന ചാലക്കുടി പുഴ മുറിച്ചു കടന്നുകൊണ്ടിരിക്കുകയാണ്.